നമസ്കാരം. ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാൾ, മാതൃഭൂമിയിൽ നീണ്ട 10 വർഷത്തെ പ്രവൃത്തി പരിചയത്തിന് ശേഷം ഇന്ത്യ ടുഡേയിലേക്ക് മാറ്റം. തുടർന്ന് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകരിൽ ഒരാളെന്ന് നമുക്ക് വിളിക്കാവുന്ന ശ്രീ ജേക്കബ് ജോർജ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ ജേക്കബ് ജോർജ് സാർ, നമ്മുടെ ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കറിലേക്ക് സ്വാഗതം. സാർ MA ബിരുദത്തിന് ശേഷം സാഹിത്യത്തിലാണ് സാർ ബിരുദം എടുത്തത്. അതിനുശേഷം സാർ മറ്റൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ട് നമ്മുടെ MJ എടുത്തു. അത് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റം? അന്നത്തെ കാലത്ത് നമ്മുടെ തൊഴിൽ വിപണിയിൽ അധികം ജോലിയില്ലായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ തന്നെ ഏറ്റവും മിടുക്കർ, പ്രഗത്ഭർ, ഒരു കോളേജിലെ ഒരു ബാച്ച്, ഒരു വർഷത്തെ കുട്ടികളിൽ 1-2 പേർ ബാങ്കിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെടും. 1-2 പേർ കോളേജ് അധ്യാപകരായിട്ട് പോകും. അങ്ങനെയൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു നല്ല ജോലികൾ. അപ്പോഴാണ് എനിക്ക് പത്രം വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ആദ്യം മലയാള മനോരമയിലൊരു പരസ്യം കണ്ടിട്ട് ഞാൻ അപേക്ഷിച്ചു. ടെസ്റ്റ് പാസ്സായി, ഇൻ്റർവ്യൂവിന് കിട്ടിയില്ല. ആ സമയത്താണ് കേരള സർവകലാശാല ജേർണലിസം കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്ന കാര്യം പത്രത്തിൽ കൂടി അറിഞ്ഞത്. അപ്പോൾ തലസ്ഥാന വാർത്തകൾ എന്ന് പറഞ്ഞിട്ടൊരു തലക്കെട്ടിൽ ഇത്തരം വാർത്തകൾ വരും. അങ്ങനെ ഞാൻ അപേക്ഷിച്ചു. ഞാനൊരു കോഴഞ്ചേരി എന്ന് പറയുന്ന ഒരു സാധാരണ സ്ഥലത്ത് മലയാളം മീഡിയം ക്ലാസ്സുകളിൽ പഠിച്ച് BSc പിന്നെ MA ഇംഗ്ലീഷ് അങ്ങനെ പഠിച്ചു പോയതാണ്. അപ്പം ഞാൻ പരീക്ഷ എഴുതി, ടെസ്റ്റ് എഴുതി, എൻട്രൻസ് പരീക്ഷ ഉണ്ടായിരുന്നു. പ്രവേശന പരീക്ഷ പാസ്സായി. ആദ്യത്തെ 15 പേരിൽ ഒരാൾ. അപ്പോൾ എനിക്ക് സന്തോഷമായി. കൊള്ളാം, കേരളത്തിൽ ആദ്യമായിട്ട് ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷനിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ്, അതും കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ. വളരെ അഭിമാനമുള്ള കോഴ്സാണ് എന്നെനിക്ക് തോന്നി. ഞാൻ ചേർന്നു. അത് കഴിഞ്ഞ് ആ കോഴ്സ് കഴിഞ്ഞ ഉടനെ എനിക്ക് മാതൃഭൂമി ജോലി കിട്ടി. സ്വാഭാവികമായിട്ടും വളരെ നാച്ചുറലായിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു എനിക്ക് പത്രപ്രവർത്തനത്തിലേക്ക്. ഓക്കെ, അപ്പോൾ സാറിൻ്റെ അഭിരുചി എന്ന് പറയുന്നത് ശരിക്കും സാറിന് MA ഇംഗ്ലീഷിന് ശേഷം സാറിന് ഒരു അധ്യാപകനായി പോകാമായിരുന്നു. അപ്പോൾ സാറിൻ്റെ അഭിരുചി എന്ന് പറഞ്ഞത് ഈ മാധ്യമ പ്രവർത്തനത്തിൽ തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും എനിക്കൊരു സാധാരണഗതിക്ക് കോളേജ് അധ്യാപകൻ ആവുക എനിക്കിഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഒരു പതിവ് ജോലി എന്നതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അന്നൊക്കെ ഇന്നത്തേക്കാൾ പത്രപ്രവർത്തകർ മലയാള മനോരമയിലെ TVR ഷേണായി ആണെങ്കിലും, മാതൃഭൂമിയിലെ VK മാധവൻകുട്ടി, അതേപോലെ ദീപികയിലെ സെബാസ്റ്റ്യൻ സാർ, അവരുടെയൊക്കെ പേരുകളിങ്ങനെ കേരളത്തിലെ മാധ്യമ രംഗത്ത്, പത്രപ്രവർത്തന രംഗത്ത് ഉയർന്നു നിൽക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ഈ പത്രം വായിച്ച് തലയ്ക്ക് പിടിച്ചു എന്ന് പറയാം. സാറിന് സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ നമുക്കൊരു അധ്യാപകനായും ഒരു മാധ്യമ പ്രവർത്തകനായും നമുക്ക് ചെയ്യാം. പക്ഷേ സമൂഹത്തിലെ തിന്മകൾ നേരിട്ട് കാണിക്കുക അങ്ങനത്തെ ഒരു വശത്തോടു കൂടി മാത്രമാണോ? കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഇതറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ പോലും ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ മാത്രമല്ല മീഡിയയുടെയും വെച്ച് നോക്കുമ്പോൾ 180 രാജ്യങ്ങളിൽ നമ്മൾ 161 സ്ഥാനത്താണ്. അപ്പോൾ സാറ് അതിനെ നോക്കിക്കാണുമ്പോൾ ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തിനെ സാർ ഇറങ്ങിയ സമയം വെച്ച് നോക്കുമ്പോൾ സാർ എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായിട്ടും അതൊരു കാലികമായ, വ്യക്തിപരമായി പറഞ്ഞാൽ പ്രഗത്ഭമായ ഒരു ചോദ്യം തന്നെയാണ്. ലിയോ പറഞ്ഞത് ഒരു ഇപ്പോഴത്തെ കറൻറ്റ് നാഷണൽ പൊളിറ്റിക്സിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ പങ്ക്, മാധ്യമപ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, പലപ്പോഴും ഹനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിനെ വെല്ലുന്ന മാധ്യമപ്രവർത്തകർ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉയരുന്നുണ്ട്. അതെപ്പോഴും അങ്ങനെ ഒരു ഭരണാധികാരിയോ ഒരു ഭരണകൂടമോ വിചാരിച്ചാൽ ഇന്ത്യയിലെ മാധ്യമങ്ങളെ മുഴുവൻ
മാധ്യമങ്ങളുടെ മുഴുവൻ വായ മൂടിക്കെട്ടാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ വലിയ പ്രതിബന്ധങ്ങളെ നേരിടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാനുള്ള ശക്തി ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് ഉണ്ട്, പത്രപ്രവർത്തന രംഗത്തിനുണ്ട്, മാധ്യമ പ്രവർത്തകർക്കുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സർ, അപ്പോൾ തന്നെ ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ വായി മൂടിക്കെട്ടാൻ സർക്കാരുകൾ നോക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ മാധ്യമ പ്രവർത്തകർ തന്നെ സ്വന്തം എത്തിക്സ് മറക്കുന്ന ഒരു രീതി ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം നമ്മൾ അന്ത്യചർച്ചകൾ നോക്കിയാൽ നമുക്കറിയാം, അന്ത്യചർച്ചകൾ സാറിൻ്റെയൊക്കെ അന്ത്യചർച്ചകൾ നമ്മൾ കാണുമ്പോൾ അറിയാം, നമുക്കത് കാണാനൊക്കെ ഉണ്ടെന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ അന്ത്യചർച്ചകൾ എന്ന് വെച്ചാൽ ചന്തയിലെ അടിപോലാണ്. ഇന്നത്തെ ഒരു ടെലിവിഷൻ പരമ്പരയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ തന്നെ കാണുന്നതിനെ ബഹിഷ്കരിക്കാനുള്ള ഒരു പ്രവണതയിലേക്കാണ് കാഴ്ചക്കാരിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ സാർ അതിനെ ആ മാധ്യമ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ ഈ ഒരു കച്ചവടത്തിനെ കൂടെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു? അന്ത്യചർച്ചകൾക്ക് തന്നെ അർത്ഥമില്ലാതായിരിക്കും. ലിയോ പറയുന്നത് ടെലിവിഷൻ രംഗത്തെക്കുറിച്ചാണ്. ടെലിവിഷൻ രംഗത്ത് നടക്കുന്ന മാധ്യമ ചർച്ചകളെക്കുറിച്ചാണ്. ഞാൻ കാണുന്നത് വേറൊരു തരത്തിലാണ്. ഇന്ത്യയിലെ പത്രപ്രവർത്തനം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. വർഷങ്ങളുടെ ദശകങ്ങളുടെ പഴക്കവും പാരമ്പര്യവും ഇന്ത്യയിലെ അച്ചടി മാധ്യമങ്ങൾക്കുണ്ട്. പക്ഷെ ടെലിവിഷനോ റേഡിയോയ്ക്കോ അതില്ല. റേഡിയോയുടെ പ്രസക്തി തന്നെ ഇന്ന് കുറഞ്ഞു വന്നിരിക്കുന്നു. ടെലിവിഷനുകൾക്ക് പ്രസക്തി ഉണ്ടായിരുന്ന ഒരു വലിയ കാലം, അത് ശൈശവദശയിൽ നിന്ന് ഇങ്ങനെ കടന്ന് ഒരു വലിയ ലെവലിലേക്ക് ഉയർന്നു എന്നുള്ളത് ശരിയാണ്. ഇന്ന് പക്ഷേ ടെലിവിഷൻ രംഗത്ത് എവിടെ നിൽക്കുന്നു? ടെലിവിഷൻ്റെ ഒരു പ്രത്യേകത, അവിടെ ഒരു ആഴത്തിലുള്ള ഒരു പഠനത്തിനോ ആഴത്തിലുള്ള ഒരു നമുക്കൊരു ചർച്ചകൾക്കോ അതിനവിടെ സാധ്യതയില്ല. ഈ 1 മണിക്കൂർ ചർച്ച എന്ന് പറയുന്നത് ആത്യന്തികമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ അകവും പുറവും അളന്നു മുറിച്ചുള്ള ഒരു ചർച്ചയാണ് എന്ന് കരുതരുത്. 1 മണിക്കൂർ, ആ മണിക്കൂറിനകത്ത് പങ്കെടുക്കുന്നവരെ ആശ്രയിച്ചിരിക്കും. ആ പങ്കെടുക്കുന്നവർ നമ്മൾ അതിൻ്റെ പത്രാധിപരുടെയോ അതിന് നേതൃത്വം കൊടുക്കുന്ന ആങ്കറുടെയോ നിയന്ത്രണത്തിലുള്ളവരല്ല. അപ്പോഴവർ ചർച്ചയെ പല തരത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. ഒരുപക്ഷെ ആങ്കർക്കും അതിൻ്റെ പത്രാധിപർക്കും അതാവാം ആവശ്യം, പക്ഷേ എല്ലാ മാധ്യമങ്ങൾക്കും അത് ബാധകമല്ല എന്നും കൂടി ഓർക്കണം. ചില മാധ്യമങ്ങളെങ്കിലും ഇതിനകത്ത് ഒരു പ്രത്യേകത, ഞാൻ അച്ചടി മാധ്യമത്തിലെ പ്രവർത്തിച്ചിട്ടുള്ളൂ. ലിയോ തന്നെ സൂചിപ്പിച്ചതുപോലെ ആദ്യം മാതൃഭൂമിയിലും പിന്നീട് ഇന്ത്യ ടുഡേയിലും. ഞങ്ങൾക്ക് ഞാൻ പ്രവർത്തിച്ച മേഖലകളിൽ, മാധ്യമങ്ങളിൽ ഒരിക്കലും ഒരു കൊമേഴ്സ്യൽ താല്പര്യം ഞങ്ങൾ എഡിറ്റോറിയലിൻ്റെ മേൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു പരസ്യം പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ താല്പര്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചെന്നല്ല, എനിക്കറിയാവുന്ന മുൻനിര സ്ഥാപനങ്ങൾ, മുൻനിര അച്ചടി മാധ്യമങ്ങൾ ഒരിക്കലും വഴിവിട്ട് പ്രവർത്തിക്കുകയില്ല. അത് മാതൃഭൂമിയിലാവട്ടെ ഇന്ത്യ ടുഡേയിലാവട്ടെ കൊമേഴ്സ്യൽ വിഭാഗം എന്ന് വെച്ചാൽ പരസ്യം പിടിക്കുന്നവർ, അതും എഡിറ്റോറിയൽ വിഭാഗവും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളാണ്, വേർതിരിഞ്ഞ വകുപ്പുകളാണ്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബന്ധവുമില്ല, ഒരു കാരണവശാലും ഇടപെടത്തില്ല. അതായിരുന്നു കാലഘട്ടം. ഇപ്പോഴും അത് ഏറെക്കുറെ അത് തന്നെയാണ്. പക്ഷേ ടെലിവിഷൻ യുഗം വന്നപ്പോഴേക്ക് ഓരോ ആങ്കറിനും ഓരോ അവതാരകനും അവരുടെ പരിപാടി മെച്ചപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആ ജനങ്ങൾ കാണുകയുള്ളൂ. കൂടുതൽ ജനങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ, കൂടുതൽ ഐബോൾസ് ആ ടെലിവിഷൻ സ്ക്രീനിൽ ആ പെർട്ടിക്കുലർ പരിപാടിയുടെ മേൽ പതിച്ചുവെങ്കിൽ മാത്രമേ അതിന് റേറ്റിംഗ് കൂടുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ആ റേറ്റിങ്ങിനെ ആശ്രയിച്ചിരിക്കും ഒരു ആങ്കറിൻ്റെ, ഒരു മാധ്യമപ്രവർത്തകൻ്റെ, ഒരു ടെലിവിഷനിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ കഴിവ് അവിടെയാണ് നിർണ്ണയിക്കപ്പെടുക. സ്വാഭാവികമായിട്ടും അതൊരു വെല്ലുവിളിയാണ്. ഓരോ വ്യക്തിയും, ടെലിവിഷൻ മാധ്യമത്തിലെ ഓരോ വ്യക്തിയും
നേരിടുന്ന വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ ഓരോ മാധ്യമപ്രവർത്തകനും ഓരോ ദിവസവും, ഓരോ മിനിറ്റും, ഓരോ മണിക്കൂറും അവർ അഡ്രസ്സ് ചെയ്യണം. അതാണ് ആ വ്യത്യാസം. മറിച്ച് ഒരു അച്ചടി മാധ്യമത്തിൽ ആ ഒരു ചലഞ്ച്, ആ ഒരു വെല്ലുവിളി ഒരു പത്രപ്രവർത്തകനും നേരിടുന്നില്ല എന്ന കാര്യങ്ങൾ ഓർക്കണം. ഈ ഒരു വലിയ വ്യത്യാസത്തിലാണ് ഈ രണ്ട് മാധ്യമങ്ങളുടെയും പ്രവർത്തനം തുടങ്ങുന്നത്. സർ, അപ്പോൾ ഈ കക്ഷി രാഷ്ട്രീയത്തോട് ചേർന്നുള്ള ഈ മാധ്യമപ്രവർത്തനം, ടി വി പരമ്പരകൾ, ഈ ടി വി ചാനലുകൾ തുറന്നു കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് മാറ്റം വരേണ്ടതുണ്ട്, അതോ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് തന്നെയാണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ടാണോ അത് ഇവർ തുറന്നു കൊണ്ടുപോകുന്നത്, അതോ ജനങ്ങൾ ഇത് ബഹിഷ്കരിക്കുന്ന ഒരു കാലം വരുമോ? എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്ക് ഏതും സ്വീകരിക്കാനോ നിരാകരിക്കാനോ സ്വാതന്ത്ര്യമുണ്ട്. അവൻ്റെ കയ്യിലാണ് റിമോട്ട് കൺട്രോൾ. കേരളത്തിൽ എത്ര ചാനലുണ്ട്? അവൻ ഇഷ്ടപ്പെടാത്ത ഒരു ചർച്ച ആ ഒരു പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നേരെ അയാൾ മാറ്റും. ആ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? അതാണ് ഇത് കാണുന്നവൻ്റെ, സാധാരണക്കാരൻ്റെ, പ്രേക്ഷകൻ്റെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം മനസ്സിൽ വെച്ചും കൊണ്ട് വേണം ഏത് ആങ്കറും ഇടപെടാൻ. കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ, നല്ലപോലെ പത്രം വായിക്കുകയും ഏറെക്കുറെ നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കുകയും ഏറെക്കുറെ നന്നായിട്ട് അറിവുകൾ നേടുകയും ചെയ്തിട്ടുള്ളവരാണ് എന്നോർക്കണം. അങ്ങനെയുള്ളവരെ കളിപ്പിക്കാൻ പറ്റുമോ? പിന്നെ രണ്ടാമതൊരു കാര്യം, ഈ ടെലിവിഷനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ? ഈ ടെലിവിഷനിൽ വരുന്ന വാർത്തകളെല്ലാം ശരിയാണോ? 100% ശരിയാണോ? അതിൽ മായം ചേർത്തിട്ടുണ്ടോ? അതിൽ കള്ളത്തരമുണ്ടോ? അല്ല, ഇത്ര കണ്ട് സത്യമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കാൻ സാമൂഹ്യ മാധ്യമം എന്ന വിശാലമായ ഒരു മാധ്യമ നിര അങ്ങപ്പുറത്തുണ്ട്. അതും പ്രേക്ഷകൻ്റെ കയ്യിലാണ്, അവൻ്റെ മൊബൈൽ തുമ്പത്താണ്. ഇങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങൾ നിരവധിയാണ്. ആർക്ക്? ടെലിവിഷന്, അച്ചടി മാധ്യമങ്ങൾക്ക് പോലും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് സത്യമേത് കള്ളമേത് എന്ന് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല. കാലം മാറി. കാലം മാറിയ കാര്യം എല്ലാ മാധ്യമങ്ങളും എല്ലാ മാധ്യമപ്രവർത്തകരും അറിയണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ അല്ലയോ? ആത്യന്തികമായി ഇതിനകത്തെല്ലാം ഒരു 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 ക്രെഡിബിലിറ്റിയുടെ വിഷയമുണ്ട്, ഒരു വിശ്വാസ്യതയുടെ വിഷയമുണ്ട്. ലിയോ നാളെ മാധ്യമപ്രവർത്തകനാകുമ്പോൾ ആത്യന്തികമായിട്ട് ആലോചിക്കേണ്ടത് എൻ്റെ വിശ്വാസ്യത, എൻ്റെ ക്രെഡിബിലിറ്റി അതെൻ്റേത് മാത്രമാണ്. നിങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ, നിങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരു ജേർണലിസ്റ്റായിട്ട്, ഒരു മാധ്യമപ്രവർത്തകനായിട്ട് അധികം കാലം തുടരാൻ കഴിയില്ല. അതാണ്, ജനങ്ങൾ നിങ്ങളെ ഓരോ നിമിഷവും അളന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരനെ പ്രജകൾ വോട്ട് ചെയ്യുന്നവർ ഓരോ ദിവസവും ഓരോ കാലഘട്ടത്തിലും അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മാധ്യമപ്രവർത്തകരെയും ജനങ്ങൾ അളക്കുന്നുണ്ട്. അതും മാധ്യമപ്രവർത്തകർ ഓർക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സാർ ഇപ്പോൾ വിശ്വാസ്യതയെ പറ്റി പറഞ്ഞു, അതോടൊപ്പം തന്നെ കാലത്തിനനുസരിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ മാറേണ്ടതുണ്ടെന്ന് പറഞ്ഞു. സാർ ഇപ്പോൾ ആദ്യം സംസാരിച്ച പോലെ തന്നെ മാതൃഭൂമിയിൽ തുടങ്ങി ഇന്ത്യ ടുഡേയിലെത്തി, അതിനുശേഷം ഒരു ടി വി അവതാരകനായിരുന്നു. ആ സമയത്താണെങ്കിലും സാറിൻ്റെ അന്ത്യചർച്ചകളിൽ പല സാമൂഹികമായും രാഷ്ട്രീയമായിട്ടും പല പ്രത്യാഘാതങ്ങളുണ്ടാകുന്ന ചർച്ചകൾ സാർ വളരെ സമാധാനപരമായി നേരിട്ട് കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ സാർ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുകയാണ്. ഒരു പുതിയൊരു ചാനൽ തുടങ്ങാനൊക്കെ കൊണ്ട് പോകാണെന്ന് അറിഞ്ഞു, അതിൻ്റെ ഒരു ഘട്ടങ്ങളിലാണെന്ന് അറിഞ്ഞു. അപ്പോൾ ഈ ഒരു മാറ്റത്തിൻ്റെ ദിശയിലാണോ സാറും? എന്തുകൊണ്ടാണ്? അതോ ഒരു വിശ്വാസ്യത അതിൻ്റെ പേരിലാണോ, അതോ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായാണോ? എനിക്ക് വിശ്വാസ്യത എന്നുള്ള വാക്ക് തന്നെ വലിയ ഇഷ്ടമാണ്. ക്രെഡിബിലിറ്റി ഇല്ലാതെ സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ ഒരു രാഷ്ട്രീയക്കാരനോ ഒരു മാധ്യമപ്രവർത്തകനോ നിലനിൽപ്പില്ല എന്നാണ് എൻ്റെ പക്ഷം. വ്യക്തി എന്ന നിലയിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്, ഒരു മാധ്യമപ്രവർത്തകൻ്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ കൂടി ക്രെഡിബിലിറ്റിയാണ്. ഓർക്കണം, മാധ്യമപ്രവർത്തകന് ക്രെഡിബിലിറ്റി വേണം, മാധ്യമ സ്ഥാപനത്തിന് ക്രെഡിബിലിറ്റി വേണം. കേരള സമൂഹത്തിൽ
അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഞാൻ വൺസ് എ ജേർണലിസ്റ്റ് ഓൾവേസ് എ ജേർണലിസ്റ്റ് എന്ന് പറയാം. ഈ രാഷ്ട്രീയക്കാർ കണ്ടില്ലേ, രാഷ്ട്രീയക്കാർക്ക് വല്ല റിട്ടയർമെൻ്റ് ഉണ്ടോ? മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ അത് ഒരു മിഷൻ ആയിട്ട് എടുക്കുന്നവർ ധാരാളമാണ്. ചിലപ്പോൾ ഒരു പരിധിവരെ ചിലരൊക്കെയെങ്കിലും റിട്ടയർമെൻറ്റിന് ശേഷം വീട്ടിൽ വിശ്രമിക്കുന്നവർ കാണുമായിരിക്കാം, അല്ലെങ്കിൽ എഴുത്തിലേക്ക് തിരിയുന്നവർ കാണുമായിരിക്കാം. എനിക്കൊരു വാർത്ത കണ്ടാൽ, എനിക്ക് എൻ്റേതായൊരു വാർത്ത എൻ്റെ കൈ കിട്ടിയാൽ, എനിക്കറിയാവുന്ന പത്രപ്രവർത്തക സുഹൃത്തുക്കളെ വിളിച്ച് പറയും, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് അന്വേഷിക്കുക, ചിലപ്പോൾ ഒരു നല്ല സ്റ്റോറി കിട്ടും. ഞാൻ ഇന്ത്യ ടുഡേയിലായിരുന്നപ്പോഴും മാതൃഭൂമിയിലായിരുന്നപ്പോഴും എനിക്ക് ചില വാർത്ത കിട്ടിയാൽ മറ്റുള്ളവർ അറിയേണ്ട കാര്യമാണെങ്കിൽ എനിക്ക് എൻ്റേതായി കിട്ടുന്ന സ്കൂപ്പൊന്നും ഞാൻ ആർക്കും കൊടുക്കത്തില്ല. അത് ഒരു മാധ്യമപ്രവർത്തകനും ആർക്കും കൊടുക്കത്തില്ല. നമ്മളൊക്കെ കൂട്ടായിരിക്കും, നമ്മളൊക്കെ രാത്രിയും പകലും ഒക്കെ എപ്പോഴും ഒന്നിച്ച് നിൽക്കുന്നവരായിരിക്കും. പക്ഷേ നമുക്കൊരു വാർത്ത കിട്ടിയാൽ അത് നമ്മുടെ വാർത്തയാണ്, അത് നമ്മുടെ പേരിൽ വരുന്ന വാർത്തയാണ്, അത് നമുക്ക് മാത്രമുള്ള നമ്മുടെ സ്ഥാപനത്തിന് മാത്രമുള്ള എക്സ്ക്ലൂസീവ് വാർത്തയാണ്. അത് നമ്മൾ ആർക്കും കൊടുക്കരുത്. പക്ഷേ എനിക്ക് കിട്ടിയ വാർത്ത എനിക്ക് പറ്റുന്നതല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴെനിക്ക് അങ്ങനെ ഒരു മാധ്യമ സ്ഥാപനം എൻ്റെ കയ്യിലില്ല, ഞാൻ പ്രവർത്തിക്കുന്നില്ല. ഞാൻ ലിയോ പറഞ്ഞതുപോലെ എനിക്ക് ചില പദ്ധതികളുണ്ട്, അത് നടക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴെനിക്ക് എന്തെങ്കിലും വാർത്ത കിട്ടിയാൽ, എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും. അതെൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്, പൊതുസമൂഹം അറിയേണ്ട കാര്യമാണ് എന്ന് കരുതി ഞാൻ പലതും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കും.